വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ഇടവിട്ടുള്ള കനത്ത മഴ തുടരും. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കുറയുമെന്ന് വിലയിരുത്തലുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന് പിന്നാലെ ഗുജറാത്ത് തീരത്തും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, പറഞ്ഞതുപോലെയാണ് തെക്കൻ കേരളത്തിൽ എന്തായാലും 2 ദിവസമായി കാര്യമായ മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല. പക്ഷേ വടക്കൻ കേരളത്തിൽ ഈ മഴയുടെ ഭീഷണി തുടരുകയാണ്. മാത്രമല്ല, റവന്യൂ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയത്? വിവരങ്ങൾ എന്താണ്? അഖിൽ, കേൾക്കാം. വടക്കൻ ജില്ലകൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് മഴയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 4 ജില്ലകളിൽ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് പച്ച മുന്നറിയിപ്പുമാണ്. അതായത് മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് തെക്കൻ കേരളത്തിൽ ഒരു മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതൊരു മലയോര പ്രദേശമാണ്. അപ്പോൾ മണ്ണിടിച്ചിലടക്കമുള്ളവ ദുരന്തമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രികാല യാത്രകളടക്കം ജാഗ്രതയോടെ മാത്രമേ നടത്താവൂ എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ മുന്നറിയിപ്പായി നൽകുന്നത്. മറ്റൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അത് നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ മത്സ്യബന്ധനം നടത്താൻ വേണ്ടി കടലിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഏതെങ്കിലും സമയത്ത് ന്യൂനമർദ്ദം ഉണ്ടായാൽ തിരിച്ചു വരാൻ പറ്റുന്ന ദൂരത്തിൽ മാത്രം മത്സ്യബന്ധനത്തിന് പോകണം. ചെറുവള്ളങ്ങൾ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി നൽകുന്നത്. ഇതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വയനാട് ജില്ലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയും കാറ്റിനെയും തുടർന്നാണ് വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു അവധി പ്രൊഫഷണൽ കോളേജുകൾക്ക് അടക്കം നൽകിയിരിക്കുന്നത്. മറ്റൊരു മുന്നറിയിപ്പായി റവന്യൂ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്നത് പറയുന്നത് മഴ ശക്തമാകുന്നുണ്ട് എങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം നീങ്ങി ജാഗ്രതയോടെ സുരക്ഷിതത്തോടെ എല്ലാവരും ഇരിക്കണമെന്നതാണ് റവന്യൂ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ലക്ഷ്മി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.